بسم الله والحمد لله وصلى الله وسلم على أشرف خلق الله محمد بن عبد الله عليه أفضل الصلاة وأزكى التسليم وعلى آله وصحبه ومن والاه أما بعد. يقول الإمام ابن كثير رحمه الله: ذكر الأحاديث الواردة في فضل هاتين الآيتين الكريمتين نفعنا الله بهما. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ, ആ ആയത്തുകളുടെ ഫളലിനെ സംബന്ധിച്ച്, ആ 2 ആയത്തുകളുടെയും ശ്രേഷ്ഠതകളെ സംബന്ധിച്ച് വന്നിട്ടുള്ള ചില ഹദീസുകൾ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തുടർന്ന് ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ആ റിവായത്തുകൾ മുഴുവനായിട്ടും വായിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം പലതും ആവർത്തനങ്ങളാണ്. എന്നാൽ വളരെ പെട്ടെന്ന് അതിന്റെ ചുരുക്കി ഞാൻ ചില കാര്യങ്ങൾ അതിൽ നിന്ന് വായിക്കാം. ഒന്നാമത്തേത് അൽ ഹദീസുൽ അവ്വൽ, ആദ്യത്തെ ഹദീസ് ഖാല അൽ ബുഖാരിയു, ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുള്ളതാണ്. قال البخاري حدثنا محمد بن كثير أخبرنا شعبة عن سليمان عن إبراهيم عن عبد الرحمن عن أبي مسعود عن النبي صلى الله عليه وسلم قال. أبو مسعود الأنصاري رضي الله تعالى عنه من رواية നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ ഖറഅൽ ആയത്തൈൻ, ആരാണോ 2 ആയത്തുകൾ പാരായണം ചെയ്യുന്നത്. പിന്നീട് ഇബ്നു കസീർ അടുത്ത ഒരു സനദ് ഉദ്ധരിച്ചുകൊണ്ട് വഹദ്ദസനാ അബൂ നുഐം ഖാല ഹദ്ദസനാ സുഫിയാൻ അൻ മൻസൂർ അൻ ഇബ്രാഹിം അൻ അബ്ദുറഹ്മാൻ ഇബ്നു യസീദ് അൻ അബി മസ്ഊദ് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ബിൽ ആയത്തൈൻ. ആദ്യത്തെ റിവായത്തിൽ മൻ ഖറഅൽ ആയത്തൈൻ, രണ്ടാമത്തേത് മൻ ഖറഅ ബിൽ ആയത്തൈൻ. ആ ഫർഖ് മാത്രമാണുള്ളത്. മൻ ഖറഅ ബിൽ ആയത്തൈൻ മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാഹു. ആരാണോ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്യുന്നത് ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ, കഫതാഹു, അവ രണ്ടും അവന് മതിയായതാണ്. രാത്രിയിൽ നിന്നവന് ബാധിക്കാനുള്ള എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അവനെ സംരക്ഷിക്കാൻ മതിയായതാണ് ഈ 2 ആയത്തുകൾ എന്നർത്ഥം. മറ്റൊരു റിവായത്ത് സനദ് ഉദ്ധരിച്ചുകൊണ്ട് സുനനുകളിൽ ഇതേ റിവായത്ത് വന്നിട്ടുള്ളത്. അബൂ മസ്ഊദ് പറയുന്നു: അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഖറഅൽ ആയത്തൈൻ മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിഹി കഫതാ. ഫീ ലൈലത്തിഹി, അവിടെ വ്യത്യാസമുള്ളത് ആ ലഫ്ദിലാണ്. ആരാണോ തന്റെ രാത്രിയിൽ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്യുന്നത്, അവന് അത് മതിയായതാണ്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് റിവായത്ത് ചെയ്യുന്നതാണ് രണ്ടാമത്തെ റിവായത്ത്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് قال قال رسول الله صلى الله عليه وسلم أعطيت خواتيم سورة البقرة من كنز تحت العرش لم يؤتهن نبي قبلي. أعطيت خواتيم سورة البقرة, സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം എനിക്ക് നൽകപ്പെട്ടു, എനിക്ക് അല്ലാഹു ദാനമായി നൽകി. മിൻ കൻസിൻ തഹ്തൽ അർശ്, അർശിന്റെ കീഴിലുള്ള ഒരു നിധിയിൽ നിന്നാണ് അല്ലാഹു എനിക്കത് നൽകിയിരിക്കുന്നത്. ലം യുഅതഹുന്ന നബിയ്യുൻ ഖബ്ലി, എനിക്ക് മുൻപ് ഒരു നബിക്കും അതിനു തുല്യമായ കാര്യം നൽകപ്പെട്ടിട്ടില്ല, അതുപോലൊന്നും നൽകപ്പെട്ടിട്ടില്ല. قد رواه ابن مردوية من حديث الأشجعي عن الثوري
عن منصور عن ربيعي عن زيد بن الظبيان عن أبي ذر قال قال رسول الله صلى الله عليه وسلم. മറ്റൊരു റിവായത്ത് أعطيت خواتيم سورة البقرة من كنز تحت العرش. അതേ ലഫ്ള് തന്നെ. മൂന്നാമത്തേത് അത് ഇമാം മുസ്ലിം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നതാണ്. ഖാല, അദ്ദേഹം പറയുന്നു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പറയുന്നു, ഉസ്രിയ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് ഇസ്റാ ഉണ്ടായി, രാപ്രയാണം. ഉൻതുഹിയ ബിഹി ഇലാ സിദ്റത്തിൽ മുൻതഹ, ഇസ്റാഉം മിഅ്റാജ്. അങ്ങനെ മിഅ്റാജിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്റത്തുൽ മുൻതഹയുടെ അരികിൽ ചെന്നു. വഹിയ ഫിസ് സമാഇ സാദിസ, അത് 6ാമത്തെ ആകാശത്താണ്. ഇലൈഹ യൻതഹി മാ യുഅ്റജു ബിഹി മിനൽ അർദ് ഫയുഖ്ബദു മിൻഹാ, ഭൂമിയിൽ നിന്ന് കയറിപ്പോകുന്നത് അവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്, അവിടുന്നാണ് മലക്കുകൾ സ്വീകരിക്കുക. വഇലൈഹ യൻതഹി മാ യഹ്ബതു ബിഹി മിൻ ഫൗഖിഹാ ഫയുഖ്ബദു മിൻഹാ, മുകളിൽ നിന്ന് 7 ആകാശങ്ങൾക്കുപരിയിൽ നിന്ന് അല്ലാഹു നൽകുന്ന കൽപ്പനകൾ അവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്, അവിടുന്നാണ് മലക്കുകൾ സ്വീകരിക്കുക. ഖാല, എന്നിട്ട് അദ്ദേഹം ഓതിക്കേൾപ്പിച്ചു, അല്ലാഹു പറയുന്നു, ഇത് യഗ്ശ സിദ്റത മാ യഗ്ശ, ആ സിദ്റ അതിനെ മൂടുന്നതെന്തോ അത് വന്ന് മൂടിയപ്പോൾ, അഥവാ ഖാല ഫറാശും മിൻ ദഹബ്, സ്വർണം കൊണ്ടുള്ള ചില ഫറാശുകൾ, പൂമ്പാറ്റകളെപ്പോലുള്ള സ്വർണം കൊണ്ടുള്ള സ്വർണ്ണ നിറത്തിലുള്ളവ വന്ന് അതിനെ മൂടിയപ്പോൾ, ഖാല, ഇബ്നു മസ്ഊദ് പറയുന്നു, വഉതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 കാര്യങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. ഉഅതിയ സ്വലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം നൽകപ്പെട്ടു. വഉതിയ ഖവാതീമ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം നൽകപ്പെട്ടു. വഗുഫിറ ലിമൻ ലം യുശ്രിക് ബില്ലാഹ് മിൻ ഉമ്മത്തിഹി ഷൈഅ അൽ മുഖഹിമാത്ത്, അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽ നിന്ന് അള്ളാഹുവിൽ യാതൊന്നും പങ്കുചേർക്കാതെ ശിർക്ക് ചെയ്യാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു അൽ മുഖഹിമാത്ത്, മുഖഹിമാത്തുകൾ, അഥവാ അദ്ദുനൂബുൽ ഇളാം, വൻ പാപങ്ങൾ. 4ാമത്തെ ഹദീസ് ഉഖ്ബത്ത് ഇബ്നു ആമിർ അൽ ജുഹനിയിൽ നിന്ന് ഇമാം അഹ്മദ് റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഇഖ്റഇൽ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ താങ്കൾ ഓതുക. ഫഇന്നി ഉഅതീതുഹുമാ മിൻ കൻസിൻ തഹ്തൽ അർശ്, എനിക്കത് നൽകപ്പെട്ടിരിക്കുന്നത് അർശിന്റെ ചുവട്ടിലുള്ള ഒരു നിധിയിൽ നിന്നാണ്. 5ാമത്തെ ഹദീസ് ഇബ്നു മർദൂയ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നതാണ്. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫുദ്ദിൽനാ അലന്നാസി ബിസലാസിൻ, മറ്റുള്ള ജനങ്ങളെക്കാൾ 3 കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ശ്രേഷ്ഠത നൽകപ്പെട്ടിരിക്കുന്നു. ഊതീതു ഹാദിഹിൽ ആയാത്ത് മിൻ ആഖിരി സൂറത്തുൽ ബഖറ മിൻ ബൈതി കൻസിൻ തഹ്തൽ അർശ്, സൂറത്തുൽ ബഖറയിലെ ഈ 2 ആയത്തുകൾ, ഈ അവസാനത്തെ ആയത്തുകൾ നൽകപ്പെട്ടിരിക്കുന്നു അർശിന്റെ ചുവട്ടിലുള്ള ഒരു നിധിയാകുന്ന ഒരു വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ദാറിൽ നിന്ന്. ലം യുഅ്തഹ അഹദുൻ ഖബ്ലി, എനിക്ക് മുൻപ് ഒരാൾക്കും അങ്ങനെ നൽകപ്പെട്ടിട്ടില്ല. വലാ യുഅ്താഹ അഹദുൻ ബഅദി, എനിക്ക് ശേഷം ഇനി ഒരാൾക്കും അതുപോലൊന്ന് നൽകപ്പെടാനുമില്ല. ആറാമത്തേത്
അലി ഇബ്നു അബീ ത്വാലിബിൽ നിന്ന് ഇബ്നു മർദൂയ റിവായത്ത് ചെയ്യുന്ന ഒരു അസറാണ് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലാ അറാ അഹദൻ അഖ്ലൽ ഇസ്ലാം, ഇസ്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെയും ഞാൻ കാണുകയില്ല, യനാമു ഹത്താ യഖറഅ ആയത്തുൽ കുർസി വ ഖവാതീമ സൂറത്തുൽ ബഖറ, കിടന്നുറങ്ങുന്നവനായിട്ട് ആയത്തുൽ കുർസിയും സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗവും ഓതാതെ കിടന്നുറങ്ങുന്നവനായി ഇസ്ലാമിനെ സംബന്ധിച്ച് ബോധമുള്ള, ഇസ്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരുത്തനെയും എനിക്ക് കാണാൻ കഴിയില്ല. ഇസ്ലാം അറിഞ്ഞിട്ടുള്ള, ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരുത്തൻ കിടന്നുറങ്ങുന്നതിന് മുൻപ് ആയത്തുൽ കുർസിയും സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഈ ആയത്തുകളും പാരായണം ചെയ്യാതിരിക്കില്ല. فإنها كنز أعطيه نبيكم صلى الله عليه وسلم من تحت العرش, കാരണം അതൊരു നിധിയാണ്, അർശിന്റെ ചുവട്ടിൽ നിന്ന് റസൂലുള്ളാഹിക്ക് നൽകപ്പെട്ടിട്ടുള്ള, നിങ്ങളുടെ നബിക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒരു നിധിയാണ് ആ ആയത്തുകൾ. മറ്റൊന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മാ അറാ അഹദൻ യഅഖിൽ ബലഗഹുൽ ഇസ്ലാം, ബുദ്ധിയുള്ള ഒരുത്തനെയും ഞാൻ കാണില്ല, ഇസ്ലാം മനസ്സിലാക്കിയിട്ടുള്ള, ഇസ്ലാം എത്തിയിട്ടുള്ള, യനാമു ഹത്താ യഖറഅ ആയത്തുൽ കുർസി വ ഖവാതീമ സൂറത്തുൽ ബഖറ, ആയത്തുൽ കുർസിയും സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗവും ഓതാതെ കിടന്നുറങ്ങുന്നവനായി. ഫഇന്നഹാ മിൻ കൻസിൻ തഹ്തൽ അർശ്, കാരണം അത് അർശിന്റെ ചുവട്ടിൽ നിന്നുള്ള ഒരു നിധിയാണ്, നിധിയിൽ നിന്നുള്ളതാണ്. ഏഴാമത്തേത് തിർമിദി റിവായത്ത് ചെയ്തിട്ടുള്ള നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായത്താണ്. عن النبي صلى الله عليه وسلم قال إن الله كتب كتابا قبل أن يخلق السماوات والأرض ب2000 عام. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കിതാബ് രേഖപ്പെടുത്തി, ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് മുൻപ് ബി2000 ആം, 2000 വർഷങ്ങൾക്ക് മുൻപ്. അൻസല മിൻഹു ആയതൈൻ, എന്നിട്ട് അതിൽ നിന്ന് 2 ആയത്തുകൾ അല്ലാഹു ഇറക്കി. ഖതമ ബിഹിമാ സൂറത്തുൽ ബഖറ, അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറ അവസാനിപ്പിച്ചത്. വലാ യുഖ്റആനി ഫീ ദാരിൻ, ഒരു വീട്ടിൽ അവ രണ്ടും ഓതപ്പെടുകയില്ല. സലാസ ലയാലിൻ, 3 രാത്രികൾ. ഫയഖ്റബുഹാ ശൈത്താൻ, എന്നിട്ടവിടെ ശൈത്താൻ സമീപിക്കുക എന്നതുണ്ടാവില്ല. 3 രാത്രികൾ ഒരു വീട്ടിൽ തുടർച്ചയായി അത് ഓതപ്പെടുന്നിടത്ത് ശൈത്താൻ സമീപിക്കില്ല. എട്ടാമത്തെ റിവായത്ത് ഇബ്നു മർദൂയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നതാണ്. قال كان رسول الله صلى الله عليه وسلم إذا قرأ آخر سورة البقرة وآية الكرسي ضحك. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകളും ആയത്തുൽ കുർസിയും പാരായണം ചെയ്താൽ പുഞ്ചിരിക്കും. വഖാൽ, എന്നിട്ട് പറയും, ഇന്നഹുമാ മിൻ കൻസിർ റഹ്മാൻ തഹ്തൽ അർശ്, അവ രണ്ടും അല്ലാഹു റഹ്മാനായ അല്ലാഹുവിന്റെ നിധികളിൽപ്പെട്ടതാണ്, അർശിന്റെ ചുവട്ടിലുള്ള നിധിയാണ് ആ 2 ആയത്തുകളും. വഇദാ ഖറഅ, ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്താൽ, മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി, ആരാണോ തിന്മ ചെയ്യുന്നത് അതിനനുസരിച്ച് അവന് പ്രതിഫലം നൽകപ്പെടും. വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യന് അവൻ സമ്പാദിച്ചു കൂട്ടിയതല്ലാത്ത മറ്റൊന്നില്ല. വഅന്ന സഅയഹു സൗഫ യുറ,
അവൻ സമ്പാദിച്ചത്, അവൻ പരിശ്രമിച്ചത് അവൻ കാണുക തന്നെ ചെയ്യും, കാണപ്പെടുക തന്നെ ചെയ്യും. സുമ്മ യുജ്സാഹുൽ ജസാഅൽ ഔഫ, എന്നിട്ട് അതിനനുസരിച്ച് പൂർണ്ണമായി പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും എന്ന ആയത്തുകൾ ഓതിയാൽ ഇസ്തർജഅ വസ്തഖാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിർജാഅ നടത്തും, വളരെ ശാന്തനാകും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും ശാന്തനായി കാണുകയും ചെയ്യും. അതിന്റെ ഗൗരവം, ആ ആയത്തുകളുടെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട്. അതേ സന്ദർഭത്തിൽ ആയത്തുൽ കുർസിയും സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗവും ഓതിയാൽ റസൂലുള്ളാഹി സന്തോഷിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യും. കാരണം അവ അല്ലാഹ് ഇറക്കിയിട്ടുള്ള നിധിയാണ്, സുരക്ഷയാണ്, അള്ളാന്റെ സംരക്ഷണം നൽകുന്ന, അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുന്നതിന് കാരണമാകുന്ന ആയത്തുകളാണ് ആ രണ്ട് ആയത്തുകളും. 9ാമത്തെ റിവായത്ത് ഇബ്നു മർദൂയ മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നതാണ്. അത് റിവായത്ത് ദഈഫാണ്. പക്ഷെ ആശയം നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം അർശിന്റെ ചുവട്ടിൽ നിന്ന് റസൂലുള്ളാഹിക്ക് നൽകപ്പെട്ടു എന്നുള്ളത്. പിന്നെ 10ാമതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്നുള്ള ഒരു അസറാൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നുള്ള റിവായത്താണ്. ഖാല ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇൻദഹു ജിബ്രീൽ. അത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുക്കൽ ജിബ്രീൽ വന്നപ്പോൾ ഇത് സമിഅ നഖീദൻ ഫൗഖഹു, പെട്ടെന്ന് അദ്ദേഹം മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഫറഫഅ ജിബ്രീൽ ബസറഹു ഇല സമാ, അപ്പോൾ ജിബ്രീൽ ആകാശത്തേക്ക് കണ്ണുയർത്തി. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഹാദാ ബാബുൻ ഖദ് ഫുതിഹ മിനസ് സമാ മാ ഫുതിഹ ഖത്ത്, ഇത് ആകാശത്തൊരു വാതിൽ തുറന്നതാണ്, ഇതിനു മുൻപൊരിക്കലും അത് തുറക്കപ്പെട്ടിട്ടില്ല. ഖാല ഫനസല മിൻഹു മലക്, അപ്പോൾ അവിടുന്ന് ഒരു മലക്കിറങ്ങി വന്നു. ഫഅത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, അബ്ശിർ ബിനൂറൈനി ഖദ് ഊതീതഹുമാ, താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുള്ള 2 നൂറ് കൊണ്ട്, വെളിച്ചം കൊണ്ട് താങ്കൾ സന്തോഷിക്കുക, സന്തോഷ വാർത്ത സ്വീകരിക്കുക. ലം യുഅതഹുമാ നബിയ്യുൻ ഖബ്ലക്, താങ്കൾക്ക് മുൻപ് ഒരു നബിക്കും അവ നൽകപ്പെട്ടിട്ടില്ല. ഫാത്തിഹത്തുൽ കിതാബ് വഖവാതീമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ഫാത്തിഹയും ബഖറയുടെ അവസാനത്തെ ആയത്തുകളുമാണ് അവ. ലൻ തഖറഅ ഹർഫൻ മിൻഹുമാ ഇല്ലാ ഊതീത, അവ രണ്ടിൽ നിന്നും ഒരക്ഷരം പോലും താങ്കൾ പാരായണം ചെയ്യുകയില്ല, അവ താങ്കൾക്ക് നൽകപ്പെട്ടിട്ടല്ലാതെ. റവാഹു മുസ്ലിം വന്നസായി വഹാദ ലഫ്ളു, ഇമാം മുസ്ലിമും നസായിയും റിവായത്ത് ചെയ്തിട്ടുള്ളതാണ്. നസായിന്റെ ലഫ്ളാണ് ഈ പറഞ്ഞത്. ഇത്രയുമാണ് ഈ ആയത്തുകളെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഫളായിലുകളിൽ നിന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് അമല് ചെയ്യാനും, പ്രത്യേകിച്ച് എല്ലാ രാത്രികളിലും പാരായണം ചെയ്യപ്പെടേണ്ടുന്നതാണ്. ബുദ്ധിയുള്ള ഇസ്ലാം മനസ്സിലാക്കുന്ന ഒരാൾ ഈ ആയത്തുകൾ, അതുപോലെ തന്നെ ആയത്തുൽ കുർസി പോലുള്ളവ പാരായണം ചെയ്യാതെ കിടന്നുറങ്ങില്ല എന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്. കാരണം രാത്രി എന്ന് പറയുന്നത് ഒരുപാട് ഷർറുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ചന്ദ്രനെ കണ്ടാൽ, സാധാരണ രീതിയിൽ നമ്മളൊക്കെ ചന്ദ്രനെ കാണുന്നത് ഒരു സന്തോഷമുള്ള, സൂര്യനെ കാണുന്നത് കുറച്ച് പ്രയാസം തോന്നുമെങ്കിലും ചന്ദ്രനെ കാണുമ്പോൾ കുറച്ചൊരു സന്തോഷം തോന്നും. അങ്ങനെ നമുക്കൊക്കെ പലപ്പോഴും തോന്നാം. യഥാർത്ഥത്തിൽ ചന്ദ്രനെ കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസകരമായിട്ടാണ് കണ്ടിരുന്നത്, പേടിക്കുകയാണ് ചെയ്തിരുന്നത്. ഉമ്മുന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കൈ പിടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി പുറത്തേക്കിറക്കിയിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇസ്തഈദി ബില്ലാഹ് മിൻ ശർരി ഹാദൽ ഗാസിഖ്. ഈ ഗാസിഖിൽ നിന്ന്, ഇതിന്റെ ശർറിൽ നിന്ന് അല്ലാഹുവിനോട് നീ രക്ഷ ചോദിക്കണം. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് എന്ന് പറഞ്ഞത് ചന്ദ്രൻ ഉദിച്ചു വരുന്നതിനെ സംബന്ധിച്ച്, രാത്രിയെ സംബന്ധിച്ചാണ്. രാത്രിയിൽ ഒരുപാട് ശർറുകൾ അടങ്ങിയിരിപ്പുണ്ട്. ആ ശർറുകളിൽ നിന്നെല്ലാം സുരക്ഷ നൽകുന്നത്, സംരക്ഷണം നൽകുന്നതാണ് ആയത്തുൽ കുർസി, അതുപോലെ തന്നെ ആമന റസൂൽ. ഈ ആയത്തുകൾ കിടന്നുറങ്ങുന്നതിന് മുൻപായി പാരായണം ചെയ്യപ്പെടേണ്ടുന്നതാണ് ഇവ. അതുകൂടാതെ ധാരാളം ഫദായിലുകൾ വേറെയും ഈ ആയത്തുകളെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. എല്ലാത്തരം ഉപദ്രവങ്ങളിൽ നിന്നുമുള്ള റുഖിയയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ് സൂറത്തുൽ ബഖറയിൽ നിന്ന് 10 ആയത്തുകൾ. ആദ്യത്തെ 4 ആയത്തുകൾ, പിന്നെ ആയത്തുൽ കുർസിയും തൊട്ടടുത്തുള്ള 2 ആയത്തുകളും, പിന്നെ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് എന്ന് തുടങ്ങിയിട്ട് അവസാനം വരെയുള്ള ഈ ആയത്തുകളും എല്ലാത്തരം ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതാണ്. ഇനി ആയത്തിന്റെ സാമാന്യമായുള്ളൊരു തഫ്സീർ, അത് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മുടെ പതിവ് പ്രകാരം തന്നെ അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹ്മഹുല്ലാഹിയുടെ തഫ്സീറിൽ നിന്നാണ്. അതിനെ തുടർന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇബ്നു കസീർ അതുപോലെ മറ്റു മുഫസ്സിരീങ്ങളിൽ പലരും പറഞ്ഞിട്ടുള്ളത് അതിന്റെ കൂടെ ചേർത്ത് നമുക്ക് മനസ്സിലാക്കി പോവുകയും ചെയ്യാം ബിഇദ്നില്ലാഹ്. വബില്ലാഹി തൗഫീഖ്. فيقول الله عز وجل لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله